അന്ന് നമ്മുടെ അടുത്ത് തക്കാളി വില എന്ത് വില കേട്ടാൽ ഉള്ള വില 80 രൂപയാണ് പറയണത്. പക്ഷെ അവർ വിളിച്ച് രണ്ടത് മൊബൈലെ കണ്ട് പറയുമ്പോൾ ലൈവിലെ പറയുമ്പോൾ തക്കാളി വില 160 രൂപ പറയണത്. കാരിമുളക് ഇവിടെ 60 രൂപ വിൽക്കുന്നത്, അവർ 140 രൂപ പറയണത്. ബീൻസ് ഇവിടെ 100 രൂപ വിൽക്കുന്നത്, 180 രൂപ പറയുന്നത്. കല്ല വില പറയുന്നു ചാനൽക്കാരൻ. അവിടെ വെള്ളവും വയലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി ഇവിടെ കിട്ടൂ. ഇവിടെ 1 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 4 നില വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കും. അവിടുത്തെ സാധനങ്ങളാണ് ഇവിടെ വരണത്. പിന്നെ ഇവിടെ കിട്ടുന്നത് ചില പച്ചപ്പയറ, ചീരയാ, ഏത്തക്കായ കിട്ടും. ബാക്കി എല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്. നമസ്കാരം. പൊതുവെ മഴ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളി, ഇഞ്ചി പോലുള്ള പച്ചക്കറികൾക്ക് വില അധികമായി കൂടുകയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പച്ചക്കറികൾക്ക് മാത്രമല്ല, മീനുകൾക്കും മത്തിക്കൊക്കെ വില കൂടുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇന്നത്തെ മാർക്കറ്റ് വില എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മഴയായതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കൊക്കെ തീ വില എന്നാണ് പൊതുവെ അഭിപ്രായം. എന്താണ് ചാല കമ്പോളത്തിലെ വില എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെ മേടിച്ചു സാധനങ്ങൾ? കേബേജ് വാങ്ങിച്ചു. ഇന്നടുത്ത് ഇത് വില കേട്ടോണ്ട് നിൽക്കുന്നു. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? തീരെ 80 രൂപ കൂടുതലാണ്. ഇത് 40 രൂപയ്ക്ക് തന്നെ മൊത്തത്തില് വില. കുറച്ചൊക്കെ വാങ്ങാം. തക്കാളിയൊക്കെ വാങ്ങിച്ചായിരുന്നു? തക്കാളി 60 രൂപ, 80 രൂപ. പ്രശ്നമാണ് കൂടുന്നത്. ഇന്നലെ 3-4 ചാനൽക്കാരന്മാർ വന്ന് നമ്മുടെ അടുത്ത് തക്കാളി വില എന്ത് വില കേട്ടാൽ ഉള്ള വില 80 രൂപയാണ് പറയണത്. പക്ഷെ അവർ വിളിച്ച് രണ്ടത് മൊബൈലെ കണ്ട് പറയുമ്പോൾ ലൈവിലെ പറയുമ്പോൾ തക്കാളി വില 160 രൂപ പറയണത്. കാരിമുളക് ഇവിടെ 60 രൂപ വിൽക്കുന്നത്, അവർ 140 രൂപ പറയണത്. ബീൻസ് ഇവിടെ 100 രൂപ വിൽക്കുന്നത്, 180 രൂപ പറയുന്നത്. കല്ല വില പറയുന്നു ചാനൽക്കാരൻ. ഇന്നത്തെ വിലയും അതേ വില തന്നെ, 80, 70 അങ്ങനെ വിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ചാനലിൽ ആരുമേ ഒറിജിനലായിട്ട് പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ ഒന്നില്ല. ഇവിടെ ചാലയിൽ എല്ലായിടവും പൊളിച്ചിട്ടുണ്ട്. ജനങ്ങൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനെപ്പറ്റി ചാനൽമാർ ആരും പറയുന്നില്ല. ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ വെജിറ്റബിൾ കൂടിയത് മാത്രമേ പറയണത്. ഈ ചാല മാർക്കറ്റിൽ ഒരു വണ്ടികളോ ഒരു സാധാരണ ഒരു മനുഷ്യന്മാരോ അകത്ത് കയറാൻ പറ്റില്ല. എല്ലായിടവും പൊളിച്ചിട്ടുണ്ട്. അതിനെ ക്ലിയർ ചെയ്ത് തന്നാലേ ഇവിടെ പാർക്കിംഗ് ആളുണ്ട്. അതിനെ പറയാൻ ആളില്ല. പക്ഷെ നമ്മൾ എന്ത് വില പറഞ്ഞാലും ചാനലിൽ അത് റീപ്ലേസ്, അത് മാറ്റിയേ പറയണത്. ഇന്നലെ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ്. എന്റെ കസ്റ്റമറും വന്ന് പറയണത്, ചാനലിൽ നിങ്ങളുള്ള ചാനലിൽ 160 രൂപ തക്കാളി പറയണത്, നിങ്ങൾ 80 രൂപ വിൽക്കുന്നത്. അവരും എന്ത് നമ്മുടെ അടുത്ത് പരാതി പറയണത്. പക്ഷെ നമ്മൾ ഉള്ള വിലയാണ് പറയണത്. ഇന്നത്തെ വില ക്യാരറ്റ് ഇന്നത്തെ 70, 80. ക്യാരറ്റ് 20 രൂപയ്ക്ക് വിൽക്കുന്നത്. ചാനലിലെ പറയുന്നത് 80, 70 ചാനലിലെ പറയണത്. ഇത് അങ്ങനെ നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി. മുമ്പ് ചാനൽ കണ്ട് എല്ലാവരും പേടിച്ച്, ഇപ്പൊ എല്ലാവരും കള്ളത്തനമേ പറയണത്. ഉള്ളത് ആരും പറയണില്ല. മാങ്ങയ്ക്ക് ഇപ്പൊ എങ്ങനെയാണ് വില? മാങ്ങയ്ക്ക് മാങ്ങ ഉണ്ട് 80 രൂപ. 80. വില ആപ്പിളിന് എത്രയാണ്? ആപ്പിൾ 200 രൂപ. 200 കൂടി. വില കൂടുതൽ നേരത്തെ 200. വില രണ്ടായിട്ട് മാത്രമേ വില കൂടുതലുള്ളൂ. മിരിക്ക തക്കാളി, മുരിങ്ങയ്ക്ക് എങ്ങനെയാണ്? മിരിക്കൊക്കെ നല്ല ഐറ്റം 200 കൂടുതലുണ്ട്. 200 രൂപ കൂടുതലാണ്. 200 കൂടുതൽ വിലയുണ്ട്. തക്കാളിക്ക് തക്കാളി 80 രൂപ. ഇന്നലെ അല്പം കുറഞ്ഞിട്ടുണ്ട്, 70 രൂപയായി. 70. ഇന്നലെ 80 ആയിരുന്നു, ഇന്ന് 70 ആയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടോ സാധനം? തമിഴ്നാട് സാധനം എല്ലാം വരുന്നുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. ശരി.
ക്യാരറ്റിന് എത്ര വില? ക്യാരറ്റ് 30 രൂപ. 30 രൂപ. ബാക്കി ഇഞ്ചിക്കൊക്കെ ഇഞ്ചി വില ഉണ്ട് 160 രൂപ. 160. തക്കാളിക്ക് തക്കാളി ഇന്ന് 80 ആണെന്ന് തോന്നുന്നു. 80. ഇപ്പൊ വില കുറയാണ് വീണ്ടും. വില കുറയാണ്. എന്തായിരുന്നു കൂടാനുള്ള കാരണം? മഴയാണോ? മഴയായിരിക്കാം. വരണ കുറവാണ്. അതാണ്. തമിഴ്നാട്ടിൽ നിന്നല്ലേ? അതെ അതെ. കൂടിയ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഒരു സാധനം ഹോൾസെയിൽ കടയിലെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വൈകിട്ട് സുണ്ട് വരുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിലെ മഴയൊന്നും ഇല്ലാതെ മരുഭൂമിയായിട്ട് വയലുകൾ കിടക്കുന്നുണ്ട്. ശകലച്ച വില കൂടിയിട്ടേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. അത് എല്ലാ വർഷവും ഉള്ളത് തന്നെ. എല്ലാ വർഷവും ഈ സമയത്ത് ഇങ്ങനെ ഉള്ളത് തന്നെ. സീസൺ ആകുമ്പോ എല്ലാം വില കുറയും. ബീൻസ് ഒക്കെ 50 രൂപ 60 രൂപ സീസണിൽ കിട്ടും. ഇപ്പൊ ബീൻസിന് വന്ന് 1 കിലോ വന്ന് 120 രൂപ റീറ്റെയിൽ. ഇഞ്ചിക്കാണെങ്കിലും ഇഞ്ചി വന്ന് 1 കിലോ വന്ന് 240 രൂപ. തക്കാളി ഇപ്പൊ വില കൂടുതൽ 80 രൂപ. തക്കാളി ഇല്ല, ഒരു പെട്ടി 3000 രൂപ വില. അത് നമുക്കറിയാം. നമ്മൾ അങ്ങനെ കച്ചവടം ചെയ്ത പഴയത് കൊണ്ട് ആ സാധനങ്ങൾ സീസണിലേ കിട്ടുള്ളൂ. ഇപ്പൊ മീന് വില കൂടുതലുണ്ടാ, അതേപോലെ പച്ചക്കറി വില കൂടും. അവിടെ വെള്ളവും വയലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി ഇവിടെ കിട്ടൂ. ഇവിടെ 1 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 4 ഇല വീട് വെച്ച് വാടാക്കി കൊടുക്കും. അവിടുത്തെ സാധനങ്ങളാണ് ഇവിടെ വരണത്. പിന്നെ ഇവിടെ കിട്ടുന്നത് ചില പച്ചപ്പയറ, ചീരയാ, ഏത്തക്കായ കിട്ടും. ബാക്കി എല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്. മത്തിയുടെ വിലയൊക്കെ വളരെ കൂടുതലെന്നാണ് പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം. ചാലക്കമ്പോളത്തിൽ മീനുകളുടെ വില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെയുണ്ട് മീനിന്റെ വില? മീനിന്റെ ഭയങ്കരമായ വില മോനെ. മത്തി 400 രൂപ കിലോ, 300 രൂപ ഉണ്ട്, 400 രൂപ ഉണ്ട് മോനെ. മറ്റേ ഈ മത്തിക്ക് വില. ഐസ് മീന് കടപ്പുറത്തെ മീൻ വളരെ കുറവാണ്. ഇപ്പോഴും പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണിക്ക് പറയുമ്പോഴും നിരോധനാക്കി പോകണില്ല, പണിക്ക് പോകണ്ട എന്ന് പറയുന്നു. എന്തായാലും പറയാ. അതിന് രണ്ടാമത്തെ കാര്യം, കമ്പുള്ളങ്ങൾ ആള് കയറുന്നില്ല മോനെ. ഈ റോഡെല്ലാം തോന്നിട്ടിരിക്കുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വഴിയിലെത്താണ്ട് ആള് കമ്പുറത്ത് കയറുന്നില്ല. ഇപ്പോഴും ഒരു 3 മാസങ്ങളായി. ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് 3 മാസമായി. അതൊരു 6 മാസങ്ങളായി. കമ്പുറത്ത് കയറാതെ ഒരു 2 വർഷം കൊണ്ടല്ല ആള് കയറാതെ. ആള് വരുന്നില്ല. ഇവിടെ ഇല്ല, കുറഞ്ഞിട്ടില്ല. എല്ലാത്തിനും വില തന്നെ. ഒരു ചൂര 1000, 1200 രൂപ വില. ഇപ്പോഴും നമ്മൾക്ക് ഈ ഇതുകൊണ്ട് ജീവിക്കാൻ വഴിയില്ല. ഇത് ഒരു മീൻ 70 രൂപ വിലയാണ്. ഞാൻ ഒരു കൊഴിയാളെ 70 രൂപ വില. എനിക്കിത് വാങ്ങിക്കാൻ വരാൻ വഴിയില്ല. റോഡ് പണിയാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട് മീനിന്റെ വില? മീൻ ഇത്തിരി വില കൂടുതലാണ്. ഇപ്പൊ മീന് പണി കുറവ്. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോ ഇത് ഈ എല്ലാ വർഷവും അങ്ങനെ, എല്ലാ വർഷവും അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഭയങ്കര ഇവിടെ മാർക്കറ്റിൽ ആള് കുറയുന്നത് ഈ യാത്രക്കാരുടെ സൗകര്യക്കുറവ്. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് അവർ വണ്ടി എവിടെ വയ്ക്കും? റോഡുകൾ അത്ര വെട്ടിപ്പൊഴിച്ചിട്ടേക്കുന്നു. പിന്നെ അതുകൊണ്ട് അവർക്ക് ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥാനം ഇല്ല. ഇവിടെ എന്താന്ന് വരുന്നില്ല. വില കുറച്ച് വാങ്ങിക്കാനും വരാനും വഴിയില്ല. ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യാനും പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ ചാലക്കട ചുറ്റിലിങ്ങനെ റോഡ് ശരിയില്ലാതെ. പിന്നെ ഇപ്പൊ അങ്ങനെ വലുതായിട്ട് ഇവിടെ കച്ചവടം ഇല്ല. ഓക്കെ, ഭയങ്കര വില. മീനും കൂടി വില കൂടുമല്ലോ. മീൻ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇത്രയും വില. അല്ലെങ്കിൽ ഇവിടെ വില ഇവിടെ മീൻ പിടിക്കുകയാണെങ്കിൽ ചീപ്പർ വില നല്ല ലാഭത്തിന് കിട്ടും. ഈ ചാലക്കടയിൽ മീനും ലാഭത്തിന് കിട്ടും. മീൻ കിട്ടുക മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തിരി. പക്ഷെ എല്ലാ മാർക്കറ്റിനേക്കാളും ചാലക്കടയിൽ മീൻ വാങ്ങിക്കാം, എല്ലാ ഐറ്റവും വാങ്ങിക്കാം. ഇഞ്ചിക്കും മത്തിക്കും ഒക്കെ വില കൂടിയിട്ടുണ്ടെങ്കിലും പഴവർഗ്ഗങ്ങളെ ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. നിങ്ങളുടെ അടുക്കളയിൽ ഈ വിലക്കയറ്റം ബാധിച്ചോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.